ഹലോ ഗായ്സ്, നസ്രാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ വാഴപ്പഴത്തിന്റെ തൊലിയാണ്. അങ്ങനെ ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ വേഗം കാര്യത്തിലേക്ക് കടക്കും. അപ്പം ഒന്നും വലിച്ചു നീട്ടി പറയുന്നില്ല. അപ്പൊ ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ വാഴപ്പഴത്തിന്റെ തൊലിയാണ്. അപ്പൊ ഈ വാഴപ്പഴത്തിന്റെ തൊലി നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഉപയോഗപ്പെടും കേട്ടോ. ഇനി നമ്മൾ ഈ വാഴപ്പഴത്തിന്റെ തൊലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മള് നന്നായിട്ട് കഴുകിയതിനു ശേഷം നമ്മൾ ഈ വാഴപ്പഴത്തിന്റെ തൊലി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു പാത്രത്തില് വെള്ളം ഒഴിച്ചിട്ട് അതില് ഈ പഴത്തൊലി ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഇട്ട് വെക്കല്ല കേട്ടോ. അങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റോളം അത് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ, ഈ തിളച്ച വെള്ളം, അപ്പൊ അതിന്റെ ആ സത്തൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. നമ്മള് ഈ വെള്ളം നന്നായി തണുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ തലയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് സ്കാപ്പിലൊക്കെ നന്നായിട്ട് നമ്മളെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോ ഇത് ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാതാലേ കാര്യം ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്താലൊന്നും നമുക്കൊരു റിസൾട്ടും കിട്ടൂല. ഞാൻ പറഞ്ഞപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. റിസൾട്ട് കിട്ടും. റിസൾട്ട് നമ്മുടെ ഈ താരൻ അകറ്റാനൊക്കെ നല്ലതാണ് ഈ വെള്ളം. അപ്പൊ റിസൾട്ട് കിട്ടിയാൽ എന്തായാലും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. കാരണം മറ്റുള്ളവർ ഇത് കാണുമ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുകൊണ്ടല്ല. അപ്പൊ ഇത് ട്രൈ ചെയ്യുന്നവരാരും കമന്റ് ബോക്സിൽ എന്താ പറയാ മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പൊ അങ്ങനെ നമ്മുടെ വാഴപ്പഴത്തിന്റെ തൊലി കൊണ്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.